Hello friends, welcome to my channel. 9th ക്ലാസ്സിന്റെ ഫിസിക്സ് ക്ലാസ്സിന്റെ മറ്റൊരു വർക്ക്ഷീറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ചലന സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പൊ അതില് ഒന്നാമത്തെ ചലന സമവാക്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മളൊരു ഗ്രാഫിലേക്ക് വന്നത്. അതില് സമയ സ്ഥാന ഗ്രാഫ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ മെല്ലെ മാറാൻ തുടങ്ങി അല്ലെ, സമയ ദൂരം, സ്പീഡ്, അതുപോലെ സമയവേഗം, സമയപ്രവേഗം വരെ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഗ്രാഫിലൂടെ നമുക്ക് മറ്റു പല ഇക്വേഷൻസിലേക്കും എത്താനും സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാനുണ്ടായിരുന്നു, ടൈം സ്പീഡ് അല്ലെ. അപ്പൊ അതിൽ ടൈം 0 സെക്കൻഡിൽ തന്നെ സ്പീഡ് എത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ 10, 15, 20, പിന്നെ 20-ൽ തന്നെ നിൽക്കുന്നു, വീണ്ടും 20-ൽ തന്നെ നിൽക്കുന്നു, പിന്നെ 15-ലേക്ക് കുറയുന്നു. ഈ രീതിയിലുള്ള ഒരു ഗ്രാഫാണ്. അപ്പൊ നമുക്കറിയാം 20, 20, 20 വന്നതുകൊണ്ട് തന്നെ ഒരു നേർരേഖ എന്ന് പറഞ്ഞാല് എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖ അല്ലെ, കുത്തനെ പോകുന്നതല്ല, അങ്ങനെ ഒരു നേർരേഖ ഉണ്ടാവും. പിന്നെ ഒരു ചരിവൊക്കെ വരും അല്ലെ. വളരെ രസകരമായിട്ടുള്ള ഒരു വീടിന്റെ മേൽക്കൂര എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് ലഭിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വരയ്ക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ആരെങ്കിലും ഇത് നമ്മുടെ വിലയിരുത്താം, ലെറ്റസ് അസസ് എന്നുള്ളതിൽ രണ്ടാമത്തെ ചോദ്യമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും വരച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു കയറ്റവും ഇറക്കവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വരയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ. അപ്പൊ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ആ ഒരു സ്കെയില്, തോത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ എല്ലാവരുടെയും ഗ്രാഫ് ഏകദേശം കാണാൻ ഒരുപോലെ ആയിരിക്കും, പക്ഷെ തോതിലായിരിക്കും വ്യത്യാസം ഉണ്ടാവുക. ചിലരുടെ ഗ്രാഫ് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. അത് നമ്മൾ എക്സ് അക്ഷത്തിലും വൈ അക്ഷത്തിലും എടുക്കുന്ന വാല്യൂ അനുസരിച്ചിട്ടിരിക്കും. അപ്പൊ അത് എത്രയാണ് എന്നുള്ളത് ഗ്രാഫിൽ കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു ഗ്രാഫ് കാണാം. ഇതൊരു ടൈം വെലോസിറ്റി ഗ്രാഫാണ്. ഓക്കെ, സമയ പ്രവേഗ ഗ്രാഫാണ്. എങ്ങനെയാ പോയിട്ടുള്ളത്, നേർരേഖയിലാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്കിതാ PQRS അടയാളപ്പെടുത്തിയിട്ടുണ്ട്, T1 T2 അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ ഒരു ഗ്രാഫ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചതുരവും അതിന് മുകളിൽ ഒരു ത്രികോണവും ചേരുന്ന ഒരു രൂപം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്നും നമ്മൾ പല ഇക്വേഷനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ഒരു PS എന്നുള്ള വര എന്താണ്, നമ്മുടെ എക്സ് അക്ഷത്തിലെ 2 സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള വൈ അക്ഷത്തെ പ്രവേഗം, വെലോസിറ്റി ആണ് ആ PS എന്നുള്ള ഡോട്ട് ലൈൻ കാണിക്കുന്നത്. എത്രയാ, 20 അല്ലെ, 20 മീറ്റർ പെർ സെക്കൻഡ്. അതേസമയം QR എന്താ കാണിക്കുന്നത്, 4 സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള പ്രവേഗം. അതായത് 2 സെക്കൻഡിൽ തുടങ്ങി 4 സെക്കൻഡിൽ അവസാനിക്കുകയാണെങ്കിൽ 2 സെക്കൻഡില് ആദ്യ പ്രവേഗവും ഇനീഷ്യൽ വെലോസിറ്റിയും 4 സെക്കൻഡില് അന്ത്യപ്രവേഗം, ഫൈനൽ വെലോസിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ഓക്കെ, പിന്നെ ഈ T2 മൈനസ് T1, അതായത് 2 മുതൽ 4 വരെയുള്ള മാത്രം സെക്കൻഡ് എടുത്താൽ നമുക്ക് ടിയും കിട്ടില്ലേ. 2 മുതൽ 4 വരെ ഉള്ള ആ ഒരു സമയവും കിട്ടും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, PS എന്ന് പറയുന്നത് U ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യ പ്രവേഗം, ഇനീഷ്യൽ വെലോസിറ്റി. QR V ആണ്, ഫൈനൽ വെലോസിറ്റി. ഈ SR എന്ന് പറയുന്ന ലൈന് അല്ലെ, 2 മുതൽ 4 വരെയുള്ള സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ, T2 മൈനസ് T1 T2 മൈനസ് T1 എന്ന് പറയുന്നത് T ആണ്, സമയമാണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ AR നോക്കൂ, AR ആ PR-ന്റെ ഒരു നടുവിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അതിനെ ഭാഗിക്കുന്ന ഒരു പോയിന്റ് ആണ് A എന്ന് പറയുന്നത്. ആ AR എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, PS തന്നെയല്ലേ AR വരുന്നത്, അതെ അല്ലെ, U തന്നെയാണ് AR എന്ന് പറയുന്നത്. അപ്പോ AQ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ വലിയ QR-ൽ നിന്നും ഈ AR കുറച്ചാൽ കിട്ടുന്നതാണ് AQ. അതായത് AR എന്താണ്, U ആണ്, QR എന്താണ്, V ആണ്. അപ്പൊ V മൈനസ് U ആണ് എന്ത് കിട്ടുക, AQ കിട്ടുന്നത് അല്ലെ. അതെ,
എ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? അതായത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം പി എസും എ ആറും സെയിം ആണ് അല്ലെ? ക്യു ആറിലേക്ക് പോകുമ്പോ ആ എ മുതൽ ക്യു വരെ എന്ത് സംഭവിച്ചു? വെലോസിറ്റിയിൽ ചേഞ്ച് വന്നു. 20 എന്നുള്ളത് 40 ആയി അല്ലെ? ആ ഒരു വെലോസിറ്റി ചേഞ്ച് ആണ് എ കാണിക്കുന്നത്, ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? എ ഈക്വൽ ടു എ ക്യു ബൈ എസ് ആർ ആണ് എന്ന് പറയുന്നുണ്ട്. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെലോസിറ്റി ബൈ കൂടുതലുള്ള വെലോസിറ്റി ബൈ ടൈം ആണല്ലോ ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് എത്രയാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്തത്, അത് എത്ര സമയത്തിലാണ് ചേഞ്ച് ചെയ്തത്. അപ്പൊ അതിനെയാണ് അവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം. എ ഈസ് ഈക്വൽ ടു എ ക്യു ബൈ എസ് ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. എ ക്യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, അപ്പൊ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. എ ക്യു എന്ന് പറയുന്നത് വി മൈനസ് യു ആണെന്ന് നമ്മൾ ഓൾറെഡി ഇക്വേഷനിൽ കണ്ടു, നമ്മൾ ഡെറിവേറ്റ് ചെയ്തെടുത്തു. എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അതിലെ വി മൈനസ് യുനെ ഇപ്പുറത്തേക്ക് എടുത്താലോ? വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ടി. വി ഈക്വൽ ടു മൈനസ് യു അപ്പുറത്തേക്ക് പോകുമ്പോ പ്ലസ് യു ആയിട്ട് മാറും. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇക്വേഷൻ കിട്ടിയില്ലേ? യെസ്, നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ ആണ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇനി നമ്മള് പുതിയൊരു ഇക്വേഷനിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, ഒന്നാം ചലന സമവാക്യം കഴിഞ്ഞു. ഇനി രണ്ടാം ചലന സമവാക്യം എങ്ങനെയാ ഡെറിവേറ്റ് ചെയ്തെടുക്കാന്ന് അറിയണം അല്ലെ? ഇവിടെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ചതുരവും ത്രികോണവും കൂടിയ രൂപത്തിന് നമ്മൾ മുകളിലേക്ക് വരച്ചിരിക്കുകയാണ്. അതെന്താ സംഭവം? ഒരു കോഡിലാറ്ററൽ ആണ് അല്ലെ? ചതുർഭുജമാണ്, 4 വശങ്ങളുള്ള ഒരു ചതുർഭുജമാണ്. ഓക്കെ, കോഡിലാറ്ററൽ PQRS. ഇനി ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കാണണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ എസ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എസ് എന്ന ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിനെ എസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ PQRSന്റെ ഏരിയ അല്ലേ സ്ഥാനാന്തരം എന്ന് പറയുന്നത്? അതെ അല്ലെ? ടോട്ടൽ സഞ്ചരിച്ച ആ ഒരു വന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ PQRS എന്നുള്ള ആ ഒരു രൂപത്തിന്റെ പരപ്പളവാണ്, ഏരിയ ഓഫ് PQRS. എങ്ങനെയാ നമ്മൾ ഇതിന്റെ ഏരിയ കാണുക? ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എ എന്നുള്ളൊരു വശം, ബി എന്നുള്ളൊരു വശം, അത് രണ്ടും കൂടി കൂട്ടിയിട്ട് അതിനെ താഴെയുള്ള ആ ഒരു എച്ച് കൊണ്ട് താഴെയുള്ള ആ ബേസ് കൊണ്ട് ഗുണിച്ചതിന് ശേഷം അതിന്റെ പകുതി കാണുക. അപ്പോഴാണ് നമുക്ക് ഈ കോഡിലാറ്ററലിന്റെ എന്ത് കിട്ടുന്നത്? പരപ്പളവ് കിട്ടുന്നത്. അപ്പൊ ഈ ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എച്ചും എയും ബി ഒക്കെ നമുക്ക് അറിയണം, ഓൾറെഡി നമുക്ക് അറിയാലോ. അത് വെച്ചിട്ട് അത് ചെയ്തൂടെ? ഏരിയ ഓഫ് PQRS എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഹാഫ് ഇൻറ്റു എച്ച് എന്താ? ടൈം ആണ്, ടി ആണ്. ടി ഇൻറ്റു എ പ്ലസ് ബി. എ എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയും ബി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയും ആണ്. യു പ്ലസ് വി. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് വി. ഓക്കെ, അതിനെ ഇനിയും മാറ്റിയതാ, ഇവിടേക്ക് എഴുതിയിട്ടുണ്ട് കണ്ടോ? ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് വി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. അപ്പൊ ആ വിന്റെ സ്ഥാനത്ത് നമ്മൾ യു പ്ലസ് എ ടി എന്ന് കൊടുത്തു. ഓക്കെ, ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് എ ടി. അതിൽ നിന്നും യു പ്ലസ് യു കൂട്ടി 2u പ്ലസ് എ ടി എന്ന് കിട്ടി. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു 2u പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടി. അതായത് പുറത്ത് കിടക്കുന്ന ഹാഫ് ഇൻറ്റു ടീനെ ഉള്ളിലുള്ള 2uനെയും എ ടീനെയും കൊണ്ട് ഒരുമിച്ച് ഗുണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ത് കിട്ടി? എസ് ഈക്വൽ ടു യു പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതിനൊന്ന് വേണ്ടാത്തത് ക്യാൻസൽ ചെയ്ത് പോക്കുകയും ബാക്കിയുള്ളതിനെ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? എസ് ഈക്വൽ ടു യു പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ചലന സമവാക്യം. പറഞ്ഞൊപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ്. പറയുന്നതിനനുസരിച്ച് നിങ്ങൾ എഴുതിയെടുത്തെങ്കിൽ മാത്രമേ, ഇതിൽ മാത്രം നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല, പറയുന്നതിനനുസരിച്ച് നിങ്ങൾ എഴുതി നോക്കിയെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, ഇതെന്താണ്? ഇതൊരു പൊസിഷൻ ടൈം റിലേഷൻ ആണ് അല്ലെ?
ഡിസ്പ്ലേസ്മെന്റും സമയവും തമ്മിലുള്ള റിലേഷനാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത്. അപ്പോ ഇതൊരു പൊസിഷൻ ടൈം റിലേഷൻ ആണ്. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനിയും പഠിക്കാം. അപ്പൊ നമുക്കൊരു അസൈൻമെന്റ് തന്നിട്ടുണ്ട് ക്ലാസ്സില്. നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിക്കുന്ന ഒരു വസ്തു 5 മീറ്റർ/സെക്കൻഡ്² ത്വരണത്തോടെ സഞ്ചരിക്കുന്നു എങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള വസ്തുവിന്റെ പ്രവേഗം എത്രയായിരിക്കും? ഈ ത്വരണം അറിയില്ലേ? എ, നമ്മളെ ആക്സലറേഷൻ എ എന്ന് സൂചിപ്പിക്കുന്നത് ത്വരണത്തെയാണ്. ഓക്കെ, an object starts from rest and travels with an acceleration of 5 meter/second². What will be the velocity after 3 seconds? ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? എ തന്നിട്ടുണ്ട്, ടൈം സെക്കൻഡ് തന്നിട്ടുണ്ട്, നിശ്ചലാവസ്ഥയിൽ നിന്നാ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാ? 0 ആണ്. ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഫൈനൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ വെലോസിറ്റി v is equal to u plus at ആണെന്ന് നമുക്കറിയാം. u 0 ആണെന്ന് തന്നിട്ടുണ്ട്. a എന്ന് പറയുന്നത് 5 ആണ്. t എന്ന് പറയുന്ന സെക്കൻഡ് 3 ആണ്. ഓക്കെ, അപ്പൊ 0 plus 5 into 3 = 15 meter/second. വളരെ സിമ്പിൾ ആണ്. ഇക്വേഷൻ ഡെറിവേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് കുറച്ച് പ്രയാസമുള്ള കാര്യം. ബാക്കി നമുക്ക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഏതൊരു ചോദ്യത്തിന്റെ ആൻസറും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിനകത്ത് ഈ വെലോസിറ്റി അതുപോലെ സ്പീഡ് ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് തമ്മിൽ മാറിപ്പോവരുത്. അതുപോലെ കൃത്യമായിട്ട് v എന്താണ്, u എന്താണ്, a എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത്രയും ചെയ്താല് ഈ ഒരു പാഠം വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.